CPIM ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന തലശ്ശേരി തലായിയിലെ കെ ലതേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 11 മണിയോടെ വിധി പറയും. മുൻ നഗരസഭാ കൗൺസിലർ ഉൾപ്പെടെ 12 RSS BJP പ്രവർത്തകരാണ് പ്രതികൾ. 2008 ഡിസംബർ 31-നാണ് ബോംബെറിഞ്ഞ് ഭീതി പരത്തിയതിനു ശേഷം ലതേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, എങ്ങനെയാണ് വിശദാംശങ്ങൾ? അക്ഷയ്, CPIMന്റെ ലോക്കൽ കമ്മിറ്റി അംഗവും മത്സ്യത്തൊഴിലാളി യൂണിയൻ CUവിന്റെ നേതാവുമായിരുന്ന ലതേഷിനെ, തലായിലെ കെ ലതേഷിനെ 2008 ഡിസംബർ 31 വൈകുന്നേരമാണ് കടപ്പുറത്ത് വെച്ച് വെട്ടിക്കൊന്നത്. RSS BJP പ്രവർത്തകരായ 12 പേരാണ് കേസിലെ പ്രതികൾ. ലതേഷിനെ ബോംബെറിഞ്ഞവിടെ വലിയ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷം ലതേഷിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഈ ആക്രമണത്തിൽ CPIM പ്രവർത്തകനായ ലാലുവിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ബോംബേറിൽ മറ്റ് 2 പേർക്ക് കൂടി പരിക്കേൽക്കുകയും ചെയ്തു. കേസിൽ 2020 ജനുവരി 8-നാണ് വിചാരണ ആരംഭിച്ചത്. BJPയുടെ നേതാവും മുൻ നഗരസഭാ കൗൺസിലറുമായ കുന്നംപുറത്ത് അജേഷ് ഉൾപ്പെടെ 11 പേരാണ് വിചാരണ നേരിട്ടത്. ലതേഷിന്റെ അനുജൻ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. സംഘം ചേർന്ന് RSS BJP സംഘം ലതേഷിനെയും ഒപ്പമുണ്ടായിരുന്ന CPM പ്രവർത്തകർക്ക് നേരെ ബോംബെറിയുകയും വടിവാൾ ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയുമായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ PK വർഗീസ് ആണ് ഈ കേസിൽ ഹാജരായത്. ഇതിൽ 30 പേരെ സാക്ഷികളെ കേസിൽ വിസ്തരിക്കുകയും ചെയ്തിട്ടുണ്ട്. 11 മണിക്ക് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 4 ജഡ്ജി J. വിമൽ കേസിൽ വിധി പറയും. അക്ഷയ്, ശരി, സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്.